എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈറലായ മത്തി ഫ്രൈയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പെരുംജീരകം പൊടി ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ വെച്ച് പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം മൂത്തതിന് ശേഷം ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി നിരത്തി വെച്ച് കൊടുക്കാം. ഞാനിതിൽ പുളിവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. പുളിവെള്ളം ഒഴിച്ചാൽ ഫ്രൈഡ് ടേസ്റ്റ് മാറും. ഇനി ഇതിന് മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തണ്ടോട് കൂടിയ കറിവേപ്പില ഇതുപോലെ നിരത്തി വയ്ക്കാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വിഷമൊന്നുമില്ലാത്ത നാടൻ കറിവേപ്പിലയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ രുചിയും ഈ ഒരു വിഭവത്തിൽ കാണാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. മത്തിയെല്ലാം ഒരു ഭാഗം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മറുഭാഗം മറിച്ചിട്ട് കൊടുക്കാം. ഇതുവരെയും ഇതുപോലെ മത്തി ഫ്രൈ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.